നമസ്കാരം. KMC ഹെൽത്ത് ന്യൂസിലേക്ക് സ്വാഗതം. 1500 ഹൃദയ ശസ്ത്രക്രിയകൾ, 2500-ലേറെ ആൻജിയോപ്ലാസ്റ്റികൾ, 1000-ലധികം ഓർത്തോ സർജറികൾ, 2500-ലേറെ ജനറൽ സർജറികൾ, 4000-ലേറെ കുട്ടികളുടെ ജനനം. ഇതെല്ലാം 4 വർഷങ്ങൾ കൊണ്ട് നടന്നത് ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആധുനിക ചികിത്സാ സംവിധാനങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യരംഗത്ത് പുതിയ അധ്യായങ്ങൾ രചിക്കുകയാണ്. രോഗികളിൽ ദീർഘകാല ആരോഗ്യവും ജീവിത ഗുണവും ഉറപ്പാക്കുന്നതിന് വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയും ഗവേഷണ രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളും ഒരുമിപ്പിച്ച് ചികിത്സാ നിലവാരം ഉയർത്തി ആരോഗ്യരംഗത്ത് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇവിടെ പ്രവർത്തിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെയും ശുശ്രൂഷകരായ സ്റ്റാഫിന്റെയും സംയുക്ത ശ്രമം കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കൂടുതൽ ശക്തമായ ഒരു മേഖലയാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള KMC ഹോസ്പിറ്റൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളും രോഗികളോട് കാണിക്കുന്ന വ്യക്തിപരമായ പരിപാലനവും കൊണ്ട് പൊതുജനങ്ങളുടെയും മെഡിക്കൽ രംഗത്തെയും വിശ്വാസം നേടി മുന്നേറുകയാണ്. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അത്യാധുനിക ന്യൂറോ സർജറി സെന്ററിന്റെയും അന്താരാഷ്ട്ര ന്യൂറോ സർജറി കോൺഫറൻസ് ന്യൂറോകോണിന്റെയും ഉദ്ഘാടനം മന്ത്രി ശ്രീ P. പ്രസാദ് നിർവഹിച്ചു. ന്യൂറോ സർജറി സെന്ററിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ ഗവേഷണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തപ്പെടുന്ന പഠനങ്ങളെക്കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റെവറൻഡ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ പ്രസ്താവിച്ചു. ആശുപത്രിയിലെ ഓങ്കോളജി സെന്റർ അഡ്വൈസറി ബോർഡ് ചെയർമാനും US-ലെ തോമസ് ജെഫേഴ്സൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ MV പിള്ള ന്യൂറോ ഓങ്കോളജിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. KMC ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ന്യൂറോ സർജൻസായ ഡോക്ടർ രാജീവ് R, ഡോക്ടർ ശ്രീനാഥ് PR എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 180ഓളം ഡോക്ടേഴ്സ് പങ്കെടുത്ത ന്യൂറോകോൺ കോൺഫറൻസിൽ മുംബൈ ലീലാവതി ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ അതുൽ ഗോയൽ, ചെന്നൈ അപ്പോളോ പ്രോട്ടോൺ ക്യാൻസർ സെന്റർ ന്യൂറോ സയൻസസ് മേധാവി ഡോക്ടർ അരിജി ചാക്കോ, മുംബൈ ടാറ്റ മെമ്മോറിയൽ സെന്റർ ന്യൂറോ സർജറി മേധാവി ഡോക്ടർ അലി അസ്കർ മൊയ്യാദി, തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ന്യൂറോ സർജൻ ഡോക്ടർ ഈശ്വർ HV, വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ സീനിയർ ന്യൂറോ സർജൻ ഡോക്ടർ C. അനു തോമസ്, പൂനെ മിഷൻ സ്പൈൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ സതീഷ് ചന്ദ്ര ഗോരെ എന്നിവർ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ആരോഗ്യമാനന്ദം ക്യാൻസർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം KMC ഹോസ്പിറ്റലിൽ ആരോഗ്യമന്ത്രി നിർവഹിച്ചു. കേരള സർക്കാരിന്റെ ആരോഗ്യമാനന്ദം ക്യാൻസർ അവബോധന സ്ക്രീനിംഗ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ നിർവഹിച്ചു. ആരോഗ്യരംഗത്ത് വളരെ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൽ ക്യാൻസർ ചികിത്സയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ മാതൃകപരമായ ഈ വിധ പരിപാടികൾ സഹായമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു ഇടപെടലിന് സംസ്ഥാന സർക്കാരിനൊപ്പം ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റൽ നേതൃത്വം നൽകുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം തന്നെ KM ചെറിയാൻ ഹോസ്പിറ്റലിനെ, മാനേജ്മെൻറ്റിനെ, കുടുംബത്തെ അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തുന്ന ബൃഹത്തായ ഈ പദ്ധതി KMC ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെയും സ്വസ്തി ഫൗണ്ടേഷന്റെയും പിന്തുണയോടുകൂടെ വിവിധ സംഘടനകളുമായി സഹകരിച്ചുകൊണ്ട് നടത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റെവറൻഡ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ പ്രസ്താവിച്ചു. ഇന്ത്യയിൽ സാധാരണയായി 2% താഴെയാണ് സ്ക്രീനിംഗ് വഴി നിർണ്ണയിക്കപ്പെടുന്ന ക്യാൻസർ. അതുകൊണ്ട് ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പുകൾ കൂടുതലായി നടത്തണമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ മുംബൈ ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ പ്രിവെന്റീവ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ഷാർമിള പിമ്പിൾ പ്രസ്താവിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ്, KMC ഹോസ്പിറ്റൽ ഓങ്കോളജി വിഭാഗം അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഡോക്ടർ MV പിള്ള, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ TK നായർ, ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിരിയം വർക്കി, ആലപ്പുഴ ജില്ലാ ആരോഗ്യം ആനന്ദം നോഡൽ ഓഫീസർ ഡോക്ടർ അനു വർഗീസ്, സ്വസ്തി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ എബി ജോർജ്, കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ ഡോക്ടർ PG ബാലഗോപാൽ, മാവലിക്കര ECHS ഓഫീസ് ഇൻചാർജ് ലഫ്റ്റനന്റ് കേണൽ ശ്രീകുമാർ VR, KMC ഹോസ്പിറ്റൽ ഓങ്കോളജി വിഭാഗം മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാറ ഈശോ, ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗീവർഗീസ് മാത്യു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അപൂർവ രോഗം ബാധിച്ച അധ്യാപികയ്ക്ക് മികച്ച ചികിത്സയിലൂടെ പുതുജീവിതം നൽകി ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി വിഭാഗം. 4 വർഷം മുൻപ് മുഖത്തിന്റെ ഒരു ഭാഗത്ത് ഹെമിഫേഷ്യൽ സ്പാസം എന്ന അപൂർവ രോഗം ബാധിച്ച പന്തളം സ്വദേശിയായ അധ്യാപികയ്ക്കാണ് രോഗം ഭേദമായത്. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്
ഡോക്ടർ പ്രീതി വി വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടത്തിയത്. ഇഞ്ചക്ഷൻ എടുക്കണ്ട 10 ദിവസം എൻ്റെ മരുന്നൊന്ന് കഴിച്ച് നോക്കി കുറയുകയാണെങ്കിൽ അപ്പോൾ 10 ദിവസം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടും കോമ്പിനേഷൻ മെഡിസിൻസ് ഉപയോഗിച്ചും നമ്മളിത് പൂർണ്ണമായും ഹെമിഫേഷ്യൽ സ്പാസത്തിനെ കൺട്രോളിൽ വെക്കുകയാണ് ചെയ്തത്. ലഹരി വിമുക്ത ബോധവൽക്കരണത്തിന്റെ ഭാഗമായി KMC ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. സമൂഹത്തിൽ നിന്നും ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആരോഗ്യ അറിവിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്നത് റേഡിയോളജിയുടെ അതിവേഗം വളർന്നു വരുന്ന ഒരു ഉപവിഭാഗമാണ്. ഇന്ന് നമുക്ക് ഇന്റർവെൻഷണൽ റേഡിയോളജിയിലൂടെ ചെയ്യുന്ന ഒരു ചികിത്സയെ പറ്റി മനസ്സിലാക്കാം. മെക്കാനിക്കൽ ത്രോംബക്ടമി. സ്ട്രോക്കിന് ഏറെ ഫലപ്രദമായ ഈ ചികിത്സയിലൂടെ ശസ്ത്രക്രിയ കൂടാതെ അതിവേഗം രോഗിക്ക് അസുഖം ഭേദമാകുന്നു. രക്തക്കുഴലുകൾ വഴി ചെറിയ ട്യൂബ് കടത്തി സ്ട്രോക്കിന് കാരണമാകുന്ന ബ്ലോക്കുകൾ മാറ്റുന്ന ചികിത്സാ രീതിയാണ്. ആരോഗ്യരംഗത്തെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Dr. K.M. Cherian Institute of Medical Sciences, Kallisheri, Chenganur, a world-class hospital you can trust.